നെഞ്ചു പൊട്ടുന്ന ഒരു പൊന്നുമോളുടെ മരണവാർത്തയാണ് കഴിഞ്ഞ ദിവസം നെയ്യാറ്റിൻകരയിൽ നിന്നും നമ്മൾ കേട്ടത്. വീടിന് മുന്നിൽ കളിച്ചുകൊണ്ടിരിക്കെ ജീവൻ നഷ്ടമായ ഈ പൊന്നുമോളുടെ വിയോഗം എങ്ങനെയാണ് ആ മാതാപിതാക്കൾക്ക് സഹിക്കാനാവുക? വിധിയുടെ ക്രൂരത എന്നല്ലാതെ മറ്റൊന്നും ഇതിനെ വിശേഷിപ്പിക്കാനാവില്ല. മരപ്പണിക്കാരനായ പ്രശാന്തിന്റെയും ആൻസിയുടെയും ഏക മകളായിരുന്നു 8 വയസ്സുകാരിയായ ബിനിജമോൾ. അതുകൊണ്ടുതന്നെ അവരുടെ പൊന്നോമനയായിരുന്നു അവൾ. വീട്ടുകാർക്കും അയൽക്കാർക്കും ഏറെ പ്രിയപ്പെട്ട, അവരോടൊപ്പം എപ്പോഴും കൊഞ്ചിക്കൊഴയുന്ന ബിനിജയുടെ വേർപാട് ആർക്കും ഉൾക്കൊള്ളാനാവുന്നതായിരുന്നില്ല. പേരമകൾ തന്റെ കൺമുന്നിൽ വെച്ച് മരണപ്പെടുന്നത് കാണേണ്ടി വന്ന മുത്തശ്ശൻ ഇപ്പോഴും ആ ഞെട്ടലിൽ നിന്നും പുറത്തു വന്നിട്ടില്ല. നന്നായി ചിത്രങ്ങൾ വരയ്ക്കുന്ന ഒരു കുഞ്ഞായിരുന്നു ബിനിജ. ബിനിജയുടെയും മുത്തശ്ശന്റെയും വീടുകളിലെ ചുമരുകളിലെല്ലാം അവൾ വരച്ച ചിത്രങ്ങളായിരുന്നു. ചുമരിൽ അവൾ കോറിയിട്ട ചിത്രങ്ങളെ നോക്കി വിലപിക്കുകയായിരുന്നു അമ്മ ആൻസി ഇന്നലെ. ഇതുകൂടാതെ അവളുടെ കളിപ്പാട്ടങ്ങൾ വീടിനുള്ളിലും പുറത്തുമെല്ലാമായി ചിതറിക്കിടക്കുന്നുമുണ്ടായിരുന്നു. മിനിഞ്ഞാന്ന് വൈകിട്ട് സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് എത്തിയ ശേഷം പലഹാരമെല്ലാം കഴിച്ച് കളിക്കാനായി പുറത്തിറങ്ങിയതായിരുന്നു ആ പൊന്നുമോൾ. ഇവരുടെ വീടിനോട് ചേർന്ന് തന്നെയുള്ള മുത്തച്ഛന്റെ വീടിന് സമീപത്ത് വെച്ച് തന്നെയായിരുന്നു അപകടം നടന്നത്. വീട്ടിലുണ്ടായിരുന്ന കോഴിക്കുഞ്ഞുങ്ങളെ പിടികൂടാൻ വേണ്ടി അവർക്ക് പുറകെ ഓടിക്കളിക്കുകയായിരുന്നു ബിനിജ. ആ സമയത്ത് തന്നെയാണ് ബിനിജ നിൽക്കുന്നതിന്റെ സമീപത്ത് തന്നെയുണ്ടായിരുന്ന 70 അടിയോളം ഉയരമുള്ള മഹാഗണി മരത്തിന്റെ ഉണങ്ങിയ ശിഖരം പൊട്ടിവീഴുന്നതായി ബിനിജയുടെ മുത്തച്ഛന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഉടൻ തന്നെ ബിനിജയെ മുത്തച്ഛൻ വിളിക്കുകയും മരച്ചില്ല ഒടിയുന്നുണ്ടെന്ന് പറയുകയുമായിരുന്നു. എന്നാൽ അത് കേൾക്കുന്നതിന് മുന്നേ തന്നെ ആ ശിഖരം കുഞ്ഞിന്റെ തലയിലേക്ക് പൊടുന്നനെ വന്ന് പതിക്കുകയായിരുന്നു. ഇതോടെ കുഞ്ഞ് നിലത്ത് വീഴുകയും അബോധാവസ്ഥയിലാവുകയുമായിരുന്നു. ഇത് കണ്ട ഉടൻ തന്നെ ബിനിജയെയും കോരിയെടുത്ത് ആദ്യം ഓടിയത് മുത്തശ്ശനായ പ്രസാദാണ്. പിന്നാലെ രക്ഷിതാക്കളും നാട്ടുകാരിൽ ചിലരും ഒപ്പം കൂടി. തുടർന്ന് ആദ്യം നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലും അവിടെ നിന്ന് SIT ആശുപത്രിയിലും പ്രവേശിപ്പിച്ചുവെങ്കിലും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മരണം സംഭവിക്കുകയായിരുന്നു. കുഞ്ഞിന്റെ ചേതനയറ്റ ശരീരം അവസാനമായി ഒരു നോക്ക് കാണാനായി 100 കണക്കിന് ആളുകളാണ് ഇവരുടെ വീട്ടിലേക്കെത്തിയത്. ബിനിജ പഠിച്ചിരുന്ന മാരായമുട്ടം ഗവൺമെന്റ് LP സ്കൂളിലും പൊതുദർശനമുണ്ടായിരുന്നു. മൃതദേഹം വീട്ടിലേക്കെത്തിച്ചപ്പോൾ അധ്യാപകരും വിദ്യാർത്ഥികളുമെല്ലാം വിങ്ങിപ്പൊട്ടുന്ന കാഴ്ചയാണ് കാണാനായത്. സ്കൂളിലും പള്ളിയിലും വെച്ച് നടന്ന പൊതുദർശനത്തിന് ശേഷം ഇന്നലെ വൈകിട്ട് 4:30 മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിക്കുകയായിരുന്നു. എന്തായാലും ഈ കുഞ്ഞിന്റെ വേർപാട് താങ്ങാനുള്ള ശക്തി ആ മാതാപിതാക്കൾക്ക് ലഭിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇനിയും സംഭവിക്കാതിരിക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതും അത്യാവശ്യമാണ്. ഇത്തരത്തിലുള്ള ഉണങ്ങിയ ശിഖരങ്ങൾ വീട്ടിലും പരിസരത്തുമായി ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് മുറിച്ചു മാറ്റാനായി ശ്രദ്ധിക്കുക. കാരണം ഇതുപോലുള്ള അപകടങ്ങൾ എപ്പോഴാണ് സംഭവിക്കുന്നത് എന്ന് ഒരിക്കലും നമുക്ക് പ്രവചിക്കാൻ സാധിക്കില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.